Good evening. I'm Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIMS Nagpur. Today we'll be continuing with the part 3 of the chapter Ecosystem. I'm already part 1 and part 2 most of the chapter complete and other just on what what have we seen till now just at the topic and NCERT solution could you solve chapter theorem. Just revise first what is an ecosystem and the characteristics its types examples and points of differences between natural and anthropogenic ecosystems. That is directly components of ecosystem abiotic and biotic divide main topics main topics and the components of the ecosystem avarikku function avarikku unit aayittu function cheyanengil namakku edokka aspects aadiyayittu consider cheyanennu kandinnu adana productivity, decomposition, energy flow and finally nutrient cycle. appo ayinde sub topics aayittu first productivity endanu kandu and ayinde division and classification as primary productivity and secondary productivity kandu and the points of difference examples kandu and unit very important unit and nammal kandu adu primary productivity again divided into gross primary productivity and net primary productivity and adinte points of difference or equation പോലെ നമ്മൾ പഠിച്ചു NPP equals GPP minus respiration and respiration വേണ്ട expenditure minus ചെയ്താൽ from the gross primary productivity നമുക്ക് എന്ത് കിട്ടും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു മനസ്സിലായി. ഇത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഏതിലേക്ക് ഡീകമ്പോസിഷൻ എന്താ അടുത്ത ആസ്പെക്ട് ആണ് ടു കൺസിഡർ വൈൽ വി സി എക്കോസിസ്റ്റം ആസ് എ ഫങ്ഷനിങ് യൂണിറ്റ്. അപ്പോ ഡീകമ്പോസിഷൻ നമ്മൾ ഏതൊക്കെ പോയിന്റ്സ് കണ്ടു, എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് കണ്ടു, അത് കഴിഞ്ഞ് റോ മെറ്റീരിയൽസ് എന്തൊക്കെ വേണമെന്ന് കണ്ടു ആൻഡ് സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ എന്തൊക്കെ കണ്ടിരുന്നു, ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് ഫൈനലി മിനറലൈസേഷൻ. ഇനി ഈ ഓരോന്നിന്റെയും അതിന്റെ പ്രോസസ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് നമ്മൾ കണ്ടു ആൻഡ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സും കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ ആണ് കണ്ടത്. അതില് എന്തൊക്കെ കണ്ടു, ഡെറ്റിസ്, ടെമ്പറേച്ചർ, ഓക്സിജൻ ആൻഡ് സോയിൽ മോയ്സ്ചർ ആൻഡ് അതിന്റെ ഡയറക്ട്ലി ആണോ പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി ആണോ പ്രൊപ്പോർഷണൽ എന്ന് കൂടി അറിഞ്ഞിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 2 തുടങ്ങിയത് എനർജി ഫ്ലോ വെച്ചാണ്. എനർജി ഫ്ലോയിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് യൂണി ഡിറക്ഷണൽ ആൻഡ് സണ്ണിൽ നിന്ന് വരുന്ന എത്രത്തോളം ഇൻസിഡന്റ് എനർജി, അതായത് ഇൻസിഡന്റ് സോളാർ എനർജിയിൽ എത്ര പെർസെന്റേജ് മാത്രം നമ്മൾ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആയിട്ട് കണക്കാക്കുന്നുള്ളൂ, എത്രയാന്ന് കണ്ടു, ലെസ് ദാൻ 50%. ആൻഡ് അതിൽ തന്നെ 2 to 10% ഓഫ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണ് നമുക്ക് ഏതായിട്ട് കണക്കാക്കുന്നത്, GPP ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് അത് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ഇൻസിഡന്റ് റേഡിയേഷൻ ചോദിച്ചാൽ ആ 2 to 10% എത്രയാവും, 1 to 5% ആവും. അത് കഴിഞ്ഞ് നമ്മൾ കടന്നു ഏതിലേക്ക്, ഫുഡ് ചെയിൻ വേഴ്സസ് ഫുഡ് വെബ്. അതിന്റെ പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി കണ്ടത് 10% ലോ ബൈ ലിൻഡ്മാൻ. അതിന്റെ ഒരു എക്സാമ്പിൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൊഡ്യൂസർ തൊട്ട് കൺസ്യൂമേഴ്സ് വരെ ഒരു ഫുഡ് ചെയിൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാക്സിമം എത്ര ട്രോഫിക് ലെവൽസ് ആയാലായിരിക്കും ലാസ്റ്റ് കൺസ്യൂമർ, അതായത് ലാസ്റ്റ് അവസാനത്തെ ഫുഡ് ചെയിനിലെ അവസാനത്തെ മെമ്പറിന് ആവശ്യമുള്ള എനർജി കിട്ടുള്ളൂ. നമ്മൾ കണ്ടു മാക്സിമം ട്രോഫിക് ലെവൽസ് എത്ര വേണം, 5 വരെ പോവാന്ന് കണ്ടു. ഇനി ഫുഡ് ചെയിനിൽ അഗെയിൻ ഗ്രേസിംഗും ഡെറ്റിറ്റസ് ഫുഡ് ചെയിനും കണ്ടു, അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. ആൻഡ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ അക്വാട്ടിക്കും ടെറസ്ട്രിയലും ആയിട്ട് ഡിവൈഡ് ചെയ്ത് അഗെയിൻ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പാരസിറ്റിക് ഫുഡ് ചെയിൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് കണ്ടത് സ്റ്റാൻഡിങ് ക്രോപ്പ് വേഴ്സസ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. അതിന്റെ ഡിഫറൻസസ് പോയിന്റ്സ് ഓഫ് ഡിഫറൻസസും എങ്ങനെയാണ് മെഷറബിൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുക കണ്ടു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്ട്ലി ഇക്കോളജിക്കൽ പിരമിഡ്സിലേക്ക് കടന്നു. ആൻഡ് അതിൽ എത്ര ടൈപ്സ് ഉണ്ട് നമ്മൾ കണ്ടു, മേജർ ആയിട്ടും 3 ടൈപ്സ്, പിരമിഡ് ഓഫ് നമ്പർ, ബയോമാസ് ആൻഡ് എനർജി. നമ്പറിൽ അഗെയിൻ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിലെ ഒരു എക്സാമ്പിൾ കണ്ടു, പോണ്ടിൽ കണ്ടു ആൻഡ് ട്രീ കണ്ടു. ട്രീയിലെ അഗെയിൻ ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻടു പ്രെഡേറ്ററി ഫുഡ് ചെയിൻ ആൻഡ് പാരസിറ്റിക് ഫുഡ് ചെയിൻ. ഇനി അതിന്റെ ഓരോന്നിന്റെയും ഷേപ്സ് എങ്ങനെയാ വരിക
MCQ ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. അത് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. സ്പിൻഡിൽ ഷേപ്ഡ് ഏതിലാ വരാന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റണം. ട്രീ എക്കോസിസ്റ്റത്തിൽ പ്രെഡേറ്ററി ഫുഡ് ചെയിൻ ആയിരിക്കും സ്പിൻഡിൽ ഷേപ്പ്. ഇനി പിരമിഡ് ഓഫ് ബയോമാസ് ഈ 3 എക്കോസിസ്റ്റത്തിലും എങ്ങനെയാണ് ഡിഫർ ചെയ്യാന്ന് കണ്ടു. അത് കഴിഞ്ഞ് പിരമിഡ് ഓഫ് എനർജി ആൻഡ് ഫൈനലി ഡ്രോബാക്സ് ഓഫ് പിരമിഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ പറഞ്ഞു NCERT-യില് അവർ ഓൾറെഡി തന്നിരിക്കുന്ന ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് സെന്റൻസ് MCQ കൂടുതൽ ചോദിക്കുന്നത്, ഒബ്സർവ് ദാറ്റ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എത്രയേ കൺവേർട്ട് ചെയ്യുള്ളൂ സൺലൈറ്റിലെ എനർജി ടു NPP. എത്ര? 1% ആണ് അതിന്റെ ആൻസർ. ഇതുകൊണ്ട് നമ്മുടെ ചാപ്റ്റർ തീർന്നു. ചാപ്റ്ററിൽ ആക്ച്വലി കുറച്ച് ഭാഗം ഡിലീറ്റഡ് ആയിരുന്നു. അത് മുമ്പത്തെ NCERT-ൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി NCERT സൊല്യൂഷനിലേക്ക് പോവാം. നമ്മളിപ്പോ ഏതൊക്കെ കണ്ടു? നമുക്കറിയാം 4 ആസ്പെക്ട്സ് ആണ് ഒരു എക്കോസിസ്റ്റത്തിന് ഒരു യൂണിറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യം. അതില് ഫസ്റ്റ് ആസ്പെക്ട് എന്തായിട്ട് കണ്ടു? പ്രൊഡക്ടിവിറ്റി. ഇനി സെക്കൻഡ് ആസ്പെക്ട് എന്തായിരുന്നു? സെക്കൻഡ് ആസ്പെക്ട് ഫസ്റ്റ് ആസ്പെക്ട് പ്രൊഡക്ടിവിറ്റി കണ്ടു. അത് കഴിഞ്ഞ് ഡീകമ്പോസിഷൻ കണ്ടു, എനർജി ഫ്ലോ കണ്ടു, ന്യൂട്രിയൻ സൈക്ലിംഗ് കണ്ടു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏതാണ് ഒരു ആസ്പെക്ട് ആയിട്ട് കൺസിഡർ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. ഈ 4 എണ്ണത്തിൽ അല്ലാത്ത ഏത് ഓപ്ഷൻ ആണോ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, ഈ 4 പോയിന്റ്സും 4 ആസ്പെക്ട്സും നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ന്യൂട്രിയൻ സൈക്ലിംഗിന്റെ തന്നെ കുറച്ച് വേരിയൻസ് ഉണ്ട്. അതായത് ആദ്യം നമ്മൾ കാർബൺ സൈക്ലിംഗ്, എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ കാർബണിന്റെ സൈക്ലിംഗ് നടക്കാൻ നമ്മൾ കാണും. അപ്പൊ ഫസ്റ്റ് പഠിക്കുന്നത് കാർബണിന്റെ സൈക്കിൾ. ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം, കാരണം ഡിലീറ്റഡ് ആണ്. പക്ഷെ എങ്ങാനും ഒരു ഓപ്ഷനിലോ മറ്റോ തന്നാൽ റൂൾ ഔട്ട് ചെയ്യാൻ ഇത് അറിയുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ കാർബൺ സൈക്കിളിൽ മെയിൻ ആയിട്ട് അറിയേണ്ടത് കാർബൺ എങ്ങനെയാണ് യൂട്ടിലൈസേഷൻ നടത്തുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിൽ കാർബൺ പ്രസന്റ് ആയിരിക്കുമല്ലോ, ആ കാർബൺ എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് അഡിഷൻ എങ്ങനെയാണ് നടത്തുക എന്നുള്ളത്. എന്നാലേ അതെന്താവുള്ളൂ, ഒരു സൈക്കിൾ ആവുള്ളൂ. അതായത് സൈക്കിൾ നമ്മൾ യൂട്ടിലൈസും ചെയ്യണം, അതേപോലെ എടുത്ത സാധനം അതേപോലെ തിരിച്ചു വെക്കും വേണം. അതായത് അഡീഷനും വരും അതിൻ്റെ ഉള്ളിൽ. അപ്പൊ യൂട്ടിലൈസേഷൻ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? അതായത് കാർബൺ അറ്റ്മോസ്ഫിയറിൽ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടി എന്താണ് നമുക്കറിയാം, പ്ലാന്റ്സ് അതായത് ഓട്ടോട്രോഫ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യും. ആ പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കുന്നു? അത് ഫിക്സ് ചെയ്ത് അതിന്റെ ഫുഡ് ഫോർമാറ്റിലേക്ക് ആക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അപ്പൊ അതാണ് മെയിൻലി കാർബൺ സൈക്കിളിൽ യൂട്ടിലൈസേഷന് വരുന്നത്. ഇനി അഡിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? കാർബണിന്റെ അഡിഷൻ നടക്കുന്ന പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്ത് പറയും? ഫസ്റ്റ് റെസ്പിറേഷൻ. റെസ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് അഡിഷൻ. നെക്സ്റ്റ് ഡീകമ്പോസിഷൻ. ഇനി ഡീകമ്പോസിഷൻ കഴിഞ്ഞാൽ വോൾക്കേനോ. നെക്സ്റ്റ് ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്. ഇതൊക്കെ മേജർ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കാർബണിനെ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് റോക്കിന്റെ വെതറിങ്. ഇത്രയും കാര്യങ്ങൾ അറ്റ്മോസ്ഫിയറിലേക്ക് അഡിഷൻ ഉണ്ടാക്കുന്ന കേസസ് ആണ്. ഇനി സോഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബണിന്റെ സോഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താണ്? CO2. CO2 എവിടെ കാണുന്നതാണ്? അറ്റ്മോസ്ഫിയറിൽ CO2 പ്രസന്റ് ആണ്. അപ്പോ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സിന്റെ ഫോം ആണ്. നെക്സ്റ്റ് റോക്സിന്റെ ഇടയിൽ എന്ത് കാണാൻ പറ്റും? ഗ്രാഫൈറ്റ് കാണാൻ പറ്റും. ഗ്രാഫൈറ്റ് എന്താണ്? കാർബണിന്റെ വേറൊരു ഫോം ആണ്. ഇനി ഫോസിൽ ഫ്യൂവൽ കാണാൻ പറ്റും. ഈ ഫോസിൽ ഫ്യൂവലും എന്തുണ്ട്? കാർബൺ ഉണ്ട്. അതിന് ഓഷ്യൻസിൽ എത്രയാ? മാക്സിമം 71% കാർബൺ നമുക്ക് ഓഷ്യൻസിൽ കാണാൻ പറ്റും. അപ്പോ കാർബൺ സൈക്കിൾ യൂട്ടിലൈസ് ചെയ്യുന്ന എങ്ങനെയാണ്, അഡിഷൻ ചെയ്യുന്ന എങ്ങനെയാണ്, മെയിൻ സോഴ്സസ് എന്തൊക്കെയാണ് കാർബണിന്റെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇത്രയും കാര്യങ്ങൾ കാർബൺ സൈക്കിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് സൈക്കിൾ കാണാൻ പോകുന്നത് ഫോസ്ഫറസ് സൈക്കിൾ.
ഫോസ്ഫറസ് സൈക്കിൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആദ്യം അറിയണം നമ്മുടെ ജീവജാലങ്ങളിൽ, അതായത് എല്ലാ ഓർഗാനിസംസിലും ഭൂമിയിൽ കാണുന്ന എല്ലായിടത്തും എങ്ങനെയൊക്കെ ഏതൊക്കെ ഫോംസിലാണ് ഫോസ്ഫറസ് പ്രസന്റ് ആയിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ സെല്ലിന്റെ മെംബ്രെയിനിൽ ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. അപ്പൊ അതില് ഫോസ്ഫറസിന്റെ ഒരു ഫോം ഇൻകൾക്കേറ്റ് ആണ്, ഇൻക്ലൂഡഡ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് തിങ് മെംബ്രെയിനിൽ എന്തുണ്ട്? ഫോസ്ഫറസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് തിങ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് DNA ആൻഡ് RNA. DNA ആൻഡ് RNA എങ്ങനെയാണ്? അതിൽ നമുക്കറിയാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ DNA ആൻഡ് RNA കംസ് ദി സെക്കൻഡ്. ഇനി ഫോസ്ഫറസ് എങ്ങനെയാ? സെക്കൻഡ് മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലമെന്റ് ആണ്. സെക്കൻഡ് മോസ്റ്റ് ക്രിട്ടിക്കൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് നമ്മൾ ഫെർട്ടിലൈസർ ഇടുമ്പോൾ മെയിൻലി ഇടുന്നത് എന്താ? NPK ഫെർട്ടിലൈസർ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് മോസ്റ്റ് വരുന്നത് ആരാണ്? ഫോസ്ഫറസ്. ഇനി നമുക്ക് ടീത്തിലും ഷെൽസിലും ബോൺസിലും ഒക്കെ ഫോസ്ഫറസ് കണ്ടെയ്നിങ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ഫോസ്ഫറസ് നമുക്ക് എവിടെ എവിടെയൊക്കെ കാണാൻ പറ്റും, ഏതിലൊക്കെയാണ് ഇൻവോൾവ് എന്ന് അറിയാൻ പറ്റുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഫോസ്ഫറസ് സൈക്കിളിന്റെ ബ്രീഫ് നമ്മൾ കണ്ടു, കാർബൺ സൈക്കിളിന്റെ ബ്രീഫ് കണ്ടു. ഇനി അറിഞ്ഞിരിക്കേണ്ട കാർബൺ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്. പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ കാർബൺ സൈക്കിൾ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ. കാർബൺ സൈക്കിൾ എങ്ങനെയാന്ന് വെച്ചാൽ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു അത്രത്തോളം തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ എടുത്ത സോഴ്സിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂസ് ഈക്വൽസ് റിട്ടേൺ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഫോസ്ഫറസ് സൈക്കിൾ എങ്ങനെയാ? യൂസ് എത്രയോ കൂടുതലാണ് ദാൻ ദി റിട്ടേൺ. അപ്പോൾ എത്രത്തോളം യൂസ് ചെയ്ത് അത് ഈക്വലി റിട്ടേൺ നമ്മൾ ചെയ്യുന്നില്ല. റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെ? കുറെ ഫോസ്ഫറസ് ട്രാപ്ഡ് ആയി കിടക്കാണ് ടീത്തിലും ഷെൽസിലും ബോൺസിലും അല്ലാണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സാധനങ്ങളിലും. അപ്പോൾ തിരിച്ച റിട്ടേണിലേക്ക് അത്രയും പോകുന്നില്ല. അപ്പൊ യൂസ് ഗ്രേറ്റർ ദാൻ റിട്ടേൺ നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ യൂസും റിട്ടേണും ഈക്വൽ ആയതുകൊണ്ട് തന്നെ കാർബൺ സൈക്കിൾ നമുക്കൊരു പെർഫെക്റ്റ് സൈക്കിൾ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോ ഫോസ്ഫറസ് സൈക്കിൾ എന്തായി? ഇംപെർഫെക്റ്റ് സൈക്കിൾ. ഇത്രയാണ് മെയിൻ പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ്. ഇനി സൈക്കിൾസിന്റെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഇക്കോളജിക്കൽ സക്സഷൻ എന്താന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് ഇക്കോളജിക്കൽ സക്സഷൻ. ഇക്കോളജി എങ്ങനെയാണ് സക്സഷൻ നടന്നത്? അതായത് പുരോഗമിച്ച് ഒരു ബാരൻ ലാൻഡില് ഒന്നും ഉണ്ടായിട്ടില്ല ഫസ്റ്റ്. അതായത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് കുറെ സാധനങ്ങൾ ആദ്യം വന്ന് ഹാബിറ്റാറ്റ് ഫോം ചെയ്ത് അത് കഴിഞ്ഞ് പതുക്കെ എങ്ങനെയാണ് ഇപ്പൊ കാണുന്ന രീതിയിൽ, അതായത് സക്സഷൻ നടന്ന് ബാക്കിയുള്ള ഓർഗാനിസംസ് എങ്ങനെയാണ് വളർന്നതെന്ന് നമ്മളിപ്പോ ജസ്റ്റ് കാണാൻ പോവാണ് ഇൻ ബ്രീഫ്. അപ്പോ ഇക്കോളജിക്കൽ സക്സഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു ഒറ്റയടിക്ക് ഇൻ ആൻ ഇൻസ്റ്റന്റ് നടക്കുന്ന പ്രോസസ് അല്ല. ഇറ്റ് ഇസ് എ ഗ്രാജുവൽ പ്രോസസ്. ആൻഡ് നമ്മൾ അടുത്ത നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഇത് പ്രെഡിക്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഇക്കോളജിക്കൽ സക്സഷൻ ഗ്രാജുവലും ആണ്. ആൻഡ് അതിന്റെ ഇക്കോളജി അല്ലെങ്കിൽ ജോഗ്രഫി, ഇരിക്കുന്ന സ്ഥലം, ഇത്രയും കാര്യം, ടോപ്പോഗ്രാഫി, ഇതെല്ലാം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഇത് എങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്. അതായത് ഒരു പരിധി വരെ ഇത് പ്രെഡിക്റ്റബിൾ ആയിരിക്കും. ഇനി ഗ്രാജുവൽ ആണ്, പ്രെഡിക്റ്റബിൾ ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഇതൊരു സീക്വൻസിലാണ് നടക്കുക. സീക്വൻസിൽ നടക്കുന്ന സാധനത്തിൽ നമ്മൾ എന്ത് വിളിക്കും? സീക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ഹാപ്പനിങ് ആണ് ഈ ഇക്കോളജിക്കൽ സക്സഷൻ. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് പാരലൽ വിത്ത് ചേഞ്ചിങ് എൻവയൺമെന്റ് ചേഞ്ചസിനോട് അനുകൂലിച്ച് അതിന്റെ പാരലലി നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഇക്കോളജിക്കൽ സക്സഷൻ. ആൻഡ് ഗ്രാജുവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് ഒന്നും കൂടി പറയാണ്, ഇറ്റ് ഇസ് എ സ്ലോ പ്രോസസ്. ഇനി ഈ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിച്ചു. ആ ഏരിയയിൽ ഫസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫ്രം ദ സ്ക്രാച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു പയനിയർ കമ്മ്യൂണിറ്റി വന്ന് അവിടെ താമസാക്കും. ഒരു പയനിയർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി. അവരവിടെ അവരുടെ ഹാബിറ്റാറ്റ് ഒക്കെ ഉണ്ടാക്കി പതുക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങും.
ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത് സിറാൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റി. ആൻഡ് ഈ സിറാൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസിഷണൽ കമ്മ്യൂണിറ്റി കഴിഞ്ഞ് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫൈനലി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി കാണാൻ പറ്റും. ക്ലൈമാക്സ് എന്ന ലാസ്റ്റ് ഉള്ള കമ്മ്യൂണിറ്റി. അതിൽ വലിയ ചേഞ്ചസ് ഒന്നും നമുക്കിനി നടക്കാൻ പറ്റില്ല എന്ന് ഓൾമോസ്റ്റ് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് സീക്വൻസ്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഈ സിറാൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ദ വേർഡ് സിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി. അതായത് കമ്മ്യൂണിറ്റികളുടെ ഒരു സീക്വൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ സീക്വൻസിലായിരിക്കും ഓരോ കമ്മ്യൂണിറ്റി, പൈനിയർ കമ്മ്യൂണിറ്റി കഴിഞ്ഞ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വരെ പോകുന്നതിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് 1 by 1 ഉണ്ടാവുക. ആ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി നമ്മൾ വിളിച്ചു സിയർ. ഇനി ജസ്റ്റ് അതിന്റെ ടൈപ്സ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒരു പ്രൈമറി സക്സഷൻ ഉണ്ടാവും. ആൻഡ് എല്ലാത്തിലും കാണുന്നത് തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സക്സഷൻ. പ്രൈമറി സക്സഷനെ നമുക്ക് എന്തെന്നും വിളിക്കാം? പെരി സിയർ എന്നും കൂടി വിളിക്കാം. സിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റിനെയാണ് സിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി സക്സഷൻ അല്ലെങ്കിൽ പെരി സിയർ, സെക്കൻഡറി സക്സഷൻ അല്ലെങ്കിൽ സബ് സിയർ. ഇനി ഈ പ്രൈമറി സക്സഷൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ലിവിങ് ഓർഗാനിസംസ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് സഡൻലി സക്സഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഗാനിസംസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് വിളിക്കും. ലിവിങ് ഓർഗാനിസംസ് നെവർ എക്സിസ്റ്റഡ്. ഇങ്ങനത്തെ ലിവിങ് ഓർഗാനിസംസ് മുമ്പ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത ചില എക്സാമ്പിൾസ് പറയാൻ പറ്റാൻ എന്തൊക്കെ പറയാൻ പറ്റും? ബെയർ റോക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. ബെയർ റോക്കിൽ എങ്ങനെ നമുക്കറിയാം? അത് ബെയർ റോക്കാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ജീവിക്കും വളരാനില്ല, ഒരു സഹായിക്കുന്ന ന്യൂട്രിയൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ മൊബിലൈസേഷനോ ഒന്നും നടക്കാത്തതുകൊണ്ട് അവിടെ ജീവികൾക്ക് താമസിക്കാനോ അവിടെ ഇൻഹാബിറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പല പ്രോസസ് വഴി സക്സഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് വിളിക്കുന്നു. ഒന്ന് ബെയർ റോക്ക്, രണ്ട് കൂൾ വോൾക്കാനിക് ലാവ, തേർഡ് എക്സാമ്പിൾ ഒരു ന്യൂലി ക്രിയേറ്റഡ് പോണ്ട്. ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് എങ്ങനെയാ? പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്താണ്, മാൻമെയ്ഡ് ആണ്. അത് ക്രിയേറ്റ് ആകുമ്പോ തന്നെ അതിലൊരു ഓർഗാനിസംസും ഇല്ല. അതിൽ പതുക്കെ ഏതെങ്കിലും ഒരു ഓർഗാനിസം പതുക്കെ ഒരു പൈനിയർ കമ്മ്യൂണിറ്റിയായി ഫോം ചെയ്ത് പിന്നെ അങ്ങനെ സക്സഷൻ നടക്കുകയാണെങ്കിൽ അതും എന്തായിട്ട് വരും? പ്രൈമറി സക്സഷൻ. ഇനി പ്രൈമറി സക്സഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സ്ലോ ആയിരിക്കും. എങ്ങനെയാ? ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങുന്നതാണ്. അപ്പൊ പതുക്കെ അതിന്റെ പോപ്പുലേഷൻ കമ്മ്യൂണിറ്റി എല്ലാം കൂടിക്കൊണ്ട് വരുള്ളൂ. അപ്പൊ അതെങ്ങനെയാ? എക്സ്ട്രീംലി സ്ലോ ആയിരിക്കും. ഇനി സെക്കൻഡറി സക്സഷൻ എവിടെ നടക്കും? സെക്കൻഡറി സക്സഷൻ എവിടെ നടക്കുന്നു വെച്ചാൽ ഓൾറെഡി അവിടെ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സക്സഷൻ നടക്കും. നമ്മൾ അതിനെ സെക്കൻഡറി സക്സഷൻ എന്ന് വിളിക്കുന്നു. ഏരിയ വേർ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഓൾറെഡി എക്സിസ്റ്റഡ്. അവിടെയാണ് സെക്കൻഡറി സക്സഷൻ നടക്കുക. ഇനി ഫോർ എക്സാമ്പിൾ ഒരു കട്ട് ഫോറസ്റ്റ് ഫോർ എക്സാമ്പിൾ എടുക്കുക. കട്ട് ഫോറസ്റ്റിൽ എങ്ങനെയാ? അവിടെ ഓൾറെഡി ജീവികൾ ഉണ്ടായിരുന്നു, പക്ഷെ സഡൻലി അത് കട്ട് ചെയ്ത് ഡീഫോറസ്റ്റേഷൻ നടന്നു. ഇനി അവിടെ ഒരു പുതിയ സക്സഷൻ നടക്കുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡറി സക്സഷൻ എന്നേ വിളിക്കുള്ളൂ. നെക്സ്റ്റ് ഫ്ലഡഡ് ലാൻഡ്. എല്ലാം നോർമലായി പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് സഡൻലി ഫ്ലഡ് വന്ന് അവിടുത്തെ എല്ലാം ഉള്ളതൊക്കെ നശിച്ചുപോയി. ഇനി പുതിയ ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡറി സക്സഷൻ എന്ന് വിളിച്ചു. ഫ്ലഡഡ് ലാൻഡ് ഒരു അബാൻഡൻഡ് ഫാം ലാൻഡ്, അതായത് ഫാമിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു, പക്ഷെ ഇപ്പൊ അവിടെ ഫാമിംഗ് നടക്കുന്നില്ല. അല്ലെങ്കിൽ ഫാമിംഗ് നടക്കുന്ന ആള് എങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് പോയി. അപ്പൊ അവിടെ എങ്ങനെ അബാൻഡൻഡ് ആയി. അപ്പൊ അവിടെ എല്ലാം ഇപ്പൊ ഓൾറെഡി വിളവെല്ലാം എടുത്ത് ഫുൾ കംപ്ലീറ്റ്ലി ചെയ്തു.
അവിടെ ഒരു സക്സഷൻ നടക്കുമ്പോൾ നമ്മൾ എഗെയിൻ എന്ത് വിളിക്കും? സെക്കൻഡറി സക്സഷൻ. ഇനി സെക്കൻഡറി സക്സഷൻ പ്രൈമറിനെ കാട്ടി എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് എന്ത് പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ. ഇതിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക എന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നു. എന്ത് ഒരു എക്സാമ്പിൾ തരും. ഫോർ എക്സാമ്പിൾ ഒരു വോൾക്കാനോ ഉണ്ടായിരുന്നു, അത് ഇറപ്റ്റ് ആയി കൂൾ വോൾക്കാനിക് ലാവ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് സഡൻലി ആരെങ്കിലും വന്ന് ഇൻഹാബിറ്റ് ചെയ്താൽ അത് ഏത് തരത്തിലുള്ള സക്സഷൻ ആണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ബെയർ റോക്കും കൂൾ വോൾക്കാനിക് ലാവ ന്യൂലി ക്രിയേറ്റഡ് പോണ്ട്, ഇതൊക്കെ ഓൾറെഡി ഒരു ഓർഗാനിസംസും ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസും എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥലമായിരുന്നു. അപ്പൊ അതെങ്ങനെയാ? പ്രൈമറി സക്സഷൻ ആവും. അല്ലെങ്കിൽ ഇൻ കേസ് ഫ്ലഡഡ് ലാൻഡ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? സെക്കൻഡറി സക്സഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി ജസ്റ്റ് MCQന് വേണ്ടി അറിയേണ്ട കുറച്ച് ഫാക്ട്സ് പറയാൻ പോവാണ്. അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഹാബിറ്റാറ്റിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഹാബിറ്റാറ്റിന്റെ ടൈപ്സ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഡ്രൈ ആയിരിക്കാം, അല്ലെങ്കിൽ വെറ്റ് ആയിരിക്കാം. ഇനി ഡ്രൈ ആയതിനെ നമ്മൾ ചെറാർക്ക് വിളിച്ചു. ഈ ചെറാർക്കില് എന്തൊക്കെ ഇൻവോൾവ് ആയിരിക്കും? റോക്ക് അല്ലെങ്കിൽ സാൻഡ്. റോക്കിന് ഇൻവോൾവ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് വിളിച്ചു? ലിത്തോ സിയർ. സിയർ എന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി. ഇനി സാൻഡിൽ നിന്നാണെങ്കിലോ സാമോ സിയർ എന്ന് വിളിച്ചു. ഈ ജസ്റ്റ് ഫാക്ട്സ് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക ഫോർ MCQ പർപ്പസസ്. ഇനി വെറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് ഹൈഡ്രാർക്ക് എന്ന് വിളിച്ചു. ഇത് ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ്. ഇനി ഒരു ചെറാർക്ക് സക്സഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ചെറാർക്ക് സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു പുതിയ ഹാബിറ്റാറ്റ് ഉണ്ടാവുകയാണ്. അപ്പോ അത് ഏതൊക്കെ ആവാം? ഇത് റോക്ക് അല്ലെങ്കിൽ സാൻഡിലാവാം. റോക്കിലാണെങ്കിൽ ലിത്തോസിയർ എന്ന് വിളിച്ചു, സാൻഡിലാണെങ്കിൽ സാമോസിയർ എന്ന് വിളിച്ചു. ഇനി ഒരു ബെയർ റോക്ക് എടുക്കുകയാണ്. ബെയർ റോക്ക് എടുത്താൽ അത് ഏതിന്റെ താഴെ വരും? ചെറാർക്ക് സക്സഷൻ. ഇനി ഈ ബെയർ റോക്കില് പയനിയർ കമ്മ്യൂണിറ്റി ആരായിരിക്കും എന്ന് ചോദിച്ചാല് അതിന്റെ ആൻസർ വരുന്നത് ലൈക്കൻ. ഇനി എന്തുകൊണ്ട് ലൈക്കൻ ബെയർ റോക്കിൽ പയനിയർ കമ്മ്യൂണിറ്റി ആയി? അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈക്കൻ ഹെൽപ്പിംഗ് ദം ടു ബി ദ പയനിയർ കമ്മ്യൂണിറ്റി ഓൺ ബെയർ റോക്സ്. അത് ചോദിച്ചാൽ റീസൺസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ റീസൺ, ദേ മൾട്ടിപ്ലൈ വെരി ഫാസ്റ്റ്. അവരുടെ മൾട്ടിപ്ലിക്കേഷൻ എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. ആൻഡ് അവര് വീക്ക് ആസിഡ്സ് പ്രൊഡ്യൂസിങ് ആണ്. അവര് ചില വീക്ക് ആയിട്ടുള്ള ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ ആസിഡ് എന്തിനു സഹായിക്കും? ടു കൊറോഡ് ദി റോക്സ്, ഹെൽപ്സ് ഇൻ കൊറോഷൻ ഓഫ് റോക്സ്. അപ്പൊ ഇങ്ങനെ പതുക്കെ വെതറിങ് നടന്ന് റോക്സ് പൊട്ടി ബെയർ റോക്ക് എന്തായി? പതുക്കെ പൊട്ടി അതിനുള്ളിലത്തെ ന്യൂട്രിയൻസും മൊബിലൈസേഷനും ഒക്കെ നടന്ന് പതുക്കെ അവിടെ അടുത്ത കമ്മ്യൂണിറ്റി വന്ന് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോ ബെയർ റോക്കിലെ പൈനിയർ കമ്മ്യൂണിറ്റി ആരാന്ന് വെച്ചാൽ ആൻസർ എന്ത് വന്നു? ലൈക്കൻ. ഇനി സെക്കൻഡ് ആരായിരിക്കും? പൈനിയർ കമ്മ്യൂണിറ്റി ലൈക്കൻ ആണ്. ലൈക്കിന് ശേഷം ആരായിരിക്കും വരാൻ ചാൻസ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വരാണ് മോസ്. മോസ് നമ്മൾ ബ്രയോഫൈറ്റ് പഠിച്ചതാണ്. ആൻഡ് എന്തൊക്കെ കാരണങ്ങളാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ബി ദ സെക്കൻഡ് എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി? അതിന്റെ റീസൺസ്, ദേ ക്യാൻ സർവൈവ് ഇൻ ലെസ് സോയിൽ. അവർക്ക് ചെറിയ സോയിൽ കണ്ടന്റിൽ പോലും നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ബ്രയോഫൈറ്റ്സ് പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിരുന്നു മോസസ് എങ്ങനെയാണ് ഒരു ഒന്നുമില്ലാത്ത സ്ഥലത്ത് സക്സഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ദേ ക്യാൻ സർവൈവ് ഇൻ ലെസ് സോയിൽ. അവർക്ക് വലിയ സോയിലിന്റെ റിക്വയർമെന്റ് ഒന്നുമില്ല. ആൻഡ് ഈ മോസ് എന്ത് ചെയ്യും? ദേ കമ്പീറ്റ് വിത്ത് ലൈക്കൻ ഫോർ റിസോഴ്സസിനും ബാക്കിയുള്ള ന്യൂട്രീഷനും കാര്യത്തിനൊക്കെ അവര് ലൈക്കനുമായിട്ട് കമ്പീറ്റ് ചെയ്യും. ഇത് വിത്താണ്. കമ്പീറ്റ് വിത്ത് ലൈക്കൻ. ആൻഡ് ഫൈനലി എന്ത് പറ്റും? മോസ് ഡോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മോസ് വിൻസ്.
കാരണം എന്താ, അവർക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ബിറ്റ്വീൻ ലൈക്കൻ ആൻഡ് മോസ് ആര് ജയിക്കും? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മോസ് ജയിക്കും, കാരണം അതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഫൈനലി പതുക്കെ സോയിൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ പതുക്കെ സക്സഷൻ നടന്ന് അടുത്തടുത്ത കമ്മ്യൂണിറ്റീസ് വന്നു തുടങ്ങും. ഇനി ഇത്രയും കാര്യങ്ങൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ഹാബിറ്റാറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ഡ്രൈ ആണെങ്കിൽ എങ്ങനെ, വെറ്റ് ആണെങ്കിൽ എങ്ങനെ, സക്സഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ബെയർ റോക്കിൽ പൈനിയർ കമ്മ്യൂണിറ്റി ആരാണ്, സെക്കൻഡ് ആയിട്ട് വരുന്ന ആരാണെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി ലാസ്റ്റ് ഒരു ഫൈനൽ പോയിന്റ് പറയുകയാണെങ്കിൽ, ഫ്രം ദി പൈനിയർ കമ്മ്യൂണിറ്റി ടു ദി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് പൈനിയർ കമ്മ്യൂണിറ്റിന്ന് നമ്മള് സക്സഷൻ നടന്ന് ഫൈനലി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തും. അപ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് niche specialization increases. Next, species diversity increases. And structural complexity അത് എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ നിങ്ങൾക്ക് MCQ ചോദിക്കാണ്, ഫ്രം ഒരു കമ്മ്യൂണിറ്റി ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഫസ്റ്റ് ഒരു പൈനിയർ കമ്മ്യൂണിറ്റി വന്ന് എക്സിസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ വന്ന് താമസം തുടങ്ങി, ആൻഡ് അത് പതുക്കെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നതോറും വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് റോങ്, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് റൈറ്റ് എന്ന് വെച്ച് നീ സ്പെഷ്യലൈസേഷൻ കൂടുകയോ കുറയോ എന്ന് ഓപ്ഷനിൽ തന്നു. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇതേപോലെ കൂടുകയാണോ കുറയാണോ എന്നൊരു ഓപ്ഷനിൽ തന്നു. ഇങ്ങനെ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി അടുത്ത ഓപ്ഷൻ, നൺ ഓഫ് ദി അബവ് ഫോർത്ത് ഓപ്ഷൻ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റോങ് അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി നമ്മൾ ബെയർ റോക്കിലെ സക്സഷൻ കണ്ടിരുന്നു. ഇനി ഹൈഡ്രാർക് സക്സഷൻ, സീറാക് സക്സഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ബെയർ റോക്ക് കണ്ടത്. ഇനി വാട്ടറിൽ അല്ലെങ്കിൽ വെറ്റ് ആയിട്ട് സക്സഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് പൈനിയർ ആരായിരിക്കും? പ്ലാങ്ടൺ. ഇനി പൈനിയർ കഴിഞ്ഞ് സെക്കൻഡ് കമ്മ്യൂണിറ്റി submerged plant. സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേറ്റ് ആണ് സെക്കൻഡ് കമ്മ്യൂണിറ്റി. ഇനി ഇതും കഴിഞ്ഞ് നെക്സ്റ്റ് വരുമല്ലോ സക്സഷന്, തേർഡ് കമ്മ്യൂണിറ്റി സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ്. ഇനി തേർഡ് കഴിഞ്ഞ് ഫോർത്ത് കാണാൻ പറ്റുന്നത് റീഡ് സ്വാംപ് സ്റ്റേജ്. അത് കഴിഞ്ഞ് ഫിഫ്ത്ത് കാണാൻ പറ്റുന്നത് മാർഷ് മെഡോ സ്റ്റേജ്. സിക്സ്ത് കാണുന്നത് shrubs. അല്ലെങ്കിൽ scrubs. And finally climax into forest. അപ്പോ ഇതിന്റെ സക്സഷൻ നോക്കുകയാണെങ്കിൽ, ഒരു വാട്ടർ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രാർ വെറ്റ് ആയിട്ടുള്ള സക്സഷൻ നോക്കുകയാണെങ്കിൽ പൈനിയർ കമ്മ്യൂണിറ്റി പ്ലാന്റൺ കണ്ടു. അത് കഴിഞ്ഞ് സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ്, അത് കഴിഞ്ഞ് സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ്, അത് കഴിഞ്ഞ് റീഡ് സ്വാംപ് സ്റ്റേജ്, മാർഷ് മെഡോ, shrubs അല്ലെങ്കിൽ സ്ക്രബ്, ആൻഡ് ഫൈനലി ഫോറസ്റ്റ്. ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ ഇത് ഓർഡർലി അറേഞ്ച് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റണം. ഫസ്റ്റ് ലാസ്റ്റ് പ്ലാന്റൺ ടു ഫോറസ്റ്റ് വരെ ആ ചേഞ്ചസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് പറയാൻ പറ്റണം. ഇനി ഈ പൈനിയർ കമ്മ്യൂണിറ്റി തൊട്ട് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ സക്സഷൻ നടന്നു പോയപ്പോ അതിൽ കണ്ട ചേഞ്ചസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് സ്പീഷീസ് കോമ്പോസിഷൻ ചേഞ്ച്ഡ്. അതായത് ഫസ്റ്റ് കണ്ട സ്പീഷീസ് കോമ്പോസിഷൻ അല്ല ലാസ്റ്റ് കണ്ടത്, അപ്പൊ അത് ചേഞ്ച് ചെയ്തു. സെക്കൻഡ്, ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ്ഡ് ആയി. തേർഡ്, ഹ്യൂമസ് കണ്ടന്റ് അതെങ്ങനെയാണ്? ഇൻക്രീസ്ഡ് ആയി. ഫോർത്ത്, ഫൈനലി ടോട്ടൽ ബയോമാസ്. ടോട്ടൽ ബയോമാസിന് എന്ത് പറ്റി? അതും ഇൻക്രീസ് ആയി. അപ്പോ ഇത്രയാണ് ഹൈഡ്രാർക് സക്സഷനിൽ നമ്മൾ കണ്ട ചേഞ്ചസ്. എന്തൊക്കെ? സ്പീഷീസ് കോമ്പോസിഷൻ മാറി, ബയോഡൈവേഴ്സിറ്റി കൂടി, ഹ്യൂമസ് കണ്ടന്റ്, ആൻഡ് ഫൈനലി ടോട്ടൽ ബയോമാസ് കൂടി. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇന്ന് പഠിപ്പിച്ചത് ഒന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്ത് നമുക്ക് NCERT സൊല്യൂഷൻസിലേക്ക് പോവാം.
അപ്പോൾ ഈ 4 ആസ്പെക്ട്സ് കണ്ടു: പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജിന്റെ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്. അതിന് കാർബൺ സൈക്കിൾ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ ബ്രീഫ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് കാർബൺ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും തമ്മിലുള്ള പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് കണ്ടു. ഏതാണ് പെർഫെക്റ്റ് സൈക്കിൾ എന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഇക്കോളജിക്കൽ സക്സസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫാക്ട്സ്, MCQ ഓറിയന്റ് ആയിട്ടുള്ള ഫാക്ട്സ് പറഞ്ഞു. അത് എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എൻവയൺമെന്റ് എങ്ങനെയാണ് നടക്കുക, ആൻഡ് പൈനിയർ കമ്മ്യൂണിറ്റി ടു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എങ്ങനെ നടക്കുന്നു, ടൈപ്സ് പഠിച്ചു, പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതിന്റെ പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് കണ്ടു. ഹാബിറ്റാറ്റിന് സീറാർക്ക്, ഹൈഡ്രാർക്ക് കണ്ടു. സീറാർക്ക് അഗെയിൻ റോക്കിലാവാം, സാൻഡിലാവാം എന്നൊക്കെ കണ്ടു. പിന്നെ ഫൈനൽ പോയിന്റ് നമ്മൾ കണ്ടത് സീറാർക്ക് സക്സഷനിൽ പൈനിയർ കമ്മ്യൂണിറ്റി ആരായിരിക്കും, സെക്കൻഡ് കമ്മ്യൂണിറ്റി ആരായിരിക്കും എന്ന് ജസ്റ്റ് കണ്ടു. അത് കഴിഞ്ഞ് അതിന്റെ പൈനിയർ തൊട്ട് ക്ലൈമാക്സ് വരെയുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഹൈഡ്രാർക്ക് സക്സഷനിൽ ആ സക്സഷൻ എങ്ങനെയാണ് ഫ്രം ദി ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് വരെ നടക്കുന്നതെന്ന് കണ്ടു. ഇത് ഓർഡറിൽ പഠിച്ചു വെക്കണം ഇത്രയും കാര്യങ്ങൾ. ആൻഡ് ഈ ചേഞ്ചസും എന്തൊക്കെയാന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഡയറക്ട്ലി എന്തിലോട്ട് കടക്കാം? NCERT സൊല്യൂഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ്, fill in the blanks. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആർ കോൾഡ് as ഡാഷ് ബിക്കോസ് ദേ ഫിക്സ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്ലാന്റ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അവര് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് അവർക്ക് എന്തുണ്ടാക്കും? അതായത് ഗ്ലൂക്കോസും സ്റ്റോറേജ് ഫോംസ് ഓഫ് ഫുഡും ഉണ്ടാക്കും. അപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ എന്ത് വിളിച്ചു? പ്ലാന്റ്സിന് ഓട്ടോട്രോഫ്സ് നമ്മൾ വിളിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്കോസിസ്റ്റം ഡോമിനേറ്റഡ് ബൈ ട്രീസ്, പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഏത് ടൈപ്പ് ആയിരിക്കും? എങ്ങനെയാ? ഞാൻ ആ പോർഷനിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ ഹോൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ റിവൈസ് ചെയ്യണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രീ ഡോമിനേറ്റഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തില് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എങ്ങനെയായിരിക്കും? പിരമിഡ് ഓഫ് നമ്പേഴ്സിന്റെ ടോപ്പിക് എടുത്തു. അതില് ട്രീ എക്കോസിസ്റ്റത്തില് എങ്ങനെയാണ് നമ്മൾ കണ്ടത്? അത് ഒന്നും പറഞ്ഞില്ല, പ്രെഡേറ്ററി ആണോ പാരസിറ്റിക് ആണോ ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് എഴുതണം? ഇൻവേർട്ടഡ് എഴുതണം. അതായത് പാരസിറ്റിക് കൺസിഡർ ചെയ്ത് ഇൻവേർട്ടഡ് എഴുതണം. അപ്പോ പിരമിഡ് ഓഫ് നമ്പർ, ഇതിന്റെ ആൻസർ എന്തായിട്ട് വരും? ഇൻവേർട്ടഡ്. ബിന്റെ ആൻസർ ഇൻവേർട്ടഡ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റംസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ പ്രൊഡക്ടിവിറ്റീസ് നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അതിന്റെ ആൻസർ ആണ് സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ്. ഇനി കോമൺ ഡെറ്ററ്റിവോറസ് ഇൻ ആർ എക്കോസിസ്റ്റം NCERTലെ സെന്റൻസ് ആണ്. അതിന്റെ എക്സാമ്പിൾ അവർ എന്തായിരുന്നു കൊടുത്തത്? എർത്ത് വേംസ്. ഫാമേഴ്സ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സെന്റൻസ് തന്നെ ഉണ്ടായിരുന്നു. ഇനി മേജർ റിസർവോയർ ഓഫ് കാർബൺ ഓൺ എർത്ത് ഇസ്. ഇത് ആക്ച്വലി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ, അതായത് ചാപ്റ്ററിൽ കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇതുകൊണ്ടാണ് വന്നത്. ജസ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് കാർബൺ സൈക്ലിങ്ങും കാർബണിന്റെ റിസർവോയറും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ മേജർ റിസർവോയർ ഓഫ് കാർബൺ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? കാർബൺ സൈക്കിളിലേക്ക് പോവാണെങ്കിൽ സോഴ്സസിൽ മാക്സിമം 71% കാർബൺ നമുക്ക് എവിടെയാ കാണാൻ പറ്റത്? ഓഷ്യൻസ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓഷ്യൻസ്. ഇനി which one of the following has the largest population in a food chain? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇൻ എ ഫുഡ് ചെയിൻ നമുക്ക് കാണാൻ പറ്റുന്ന ഏതാണ്? അതിന്റെ ആൻസർ ആണ് ഡി. അതായത് അതിന്റെ ആൻസർ എന്തോരും? ഡി. അതായത് ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് നമുക്ക് എന്താ കാണാൻ പറ്റും? മൈക്രോബ്സ് ലൈക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ ചില ഫംഗൈ, ആൻഡ് അവര് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന് ഡിറൈവ് ചെയ്യും ന്യൂട്രിഷൻ. അതാണ് ഇറ്റ് ഫോംസ് ദി ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ എ ഫുഡ് ചെയിൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ ഇൻ എ ലേക്ക് എന്താണ്? അതിന്റെ ആൻസർ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചപ്പോൾ ഡിസ്കസ് ചെയ്താണ്. സൂ പ്ലാങ്ക്ടൺ. ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് കണ്ടത്. അപ്പൊ സെക്കൻഡ് ഒബ്വിയസ്ലി എന്തായിരിക്കും? അവരിൽ ഫീഡ് ചെയ്യുന്ന സൂ പ്ലാങ്ക്ടൺ. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി, സൂ പ്ലാങ്ക്ടൺ. In secondary producers are, അതിന്റെ ആൻസർ എന്താ? സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ് ആർ 4 ഓപ്ഷൻസ് ഉണ്ട്. ഹെർബിവോറസ്, പ്രൊഡ്യൂസേഴ്സ്, കാർണിവോറസ്, നൺ ഓഫ് ദി അബവ്. ഇതിലെന്താ? നമുക്കറിയാം പ്ലാന്റ്സ് ആണ് ദ ഓൺലി പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി വേൾഡ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ളത്
അത് പ്ലാന്റ്സിന് മാത്രമാണ്. അപ്പൊ പ്ലാന്റ്സിന് നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കും. ഇനി അവര് എന്ത് ചെയ്യും? അവർ ഓട്ടോട്രോഫ്സ് ആയതുകൊണ്ട് തന്നെ അവര് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കും. പക്ഷെ സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് നൺ ഓഫ് ദി അബവ്. അതായത് സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല. ഇത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ചോദിച്ചെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് എഴുതാൻ പറ്റുമെന്ന്. ബാക്കിയുള്ളതൊന്നും പ്രൊഡ്യൂസേഴ്സ് അല്ല, ദേ ആർ ജസ്റ്റ് കൺസ്യൂമേഴ്സ്. അപ്പൊ ആൻസർ വരുന്നത് നൺ ഓഫ് ദി അബവ്. ഇനി ഇൻസിഡന്റ് സോളാർ റേഡിയേഷനിൽ എത്ര ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. 50% ഓർ ലെസ് ദാൻ 50% നമുക്ക് പറയാൻ പറ്റും. ഇനി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ ഏതൊക്കെ? ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും. ഇത് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചപ്പോൾ ടേബിള് എഴുതിയതാണ്. ജസ്റ്റ് ഒന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവര് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ വേഴ്സസ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ആദ്യം നമ്മൾ നോക്കേണ്ടത് എവിടെ നിന്നാണ് എനർജി ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്. ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ആരാണ് മേജർ എനർജി സോഴ്സ്? സൺ ആണ് എനർജി സോഴ്സ്. ഇതേ തന്നെ ഡെട്രിറ്റസ് ഫുഡ് ചെയിനിൽ എങ്ങനെയായിരിക്കും? നമുക്കറിയാം ഓർഗാനിക് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ആണ് ഇവരുടെ സ്റ്റാർട്ടിങ് ഉണ്ടാക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ എങ്ങനെയാണ്? കമ്പാരിറ്റീവ്ലി ലാർജർ പോപ്പുലേഷൻ ആണ്. ഇതേ സാധനം ഡെട്രിറ്റസ് ഫുഡ് ചെയിനിൽ എങ്ങനെയാണ്? കമ്പാരിറ്റീവ്ലി സ്മോളർ പോപ്പുലേഷൻ ആണ്. ഇനി ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എവിടെ നിന്ന് തുടങ്ങുന്നു? ഗ്രീൻ പ്ലാന്റ്സ് തുടങ്ങുന്നു, അതായത് പ്രൊഡ്യൂസേഴ്സ് തുടങ്ങുന്നു. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ അതേസമയം ഡെഡ് ഓർഗാനിക് മാറ്ററിനും ഡീകമ്പോസേഴ്സിനും തുടങ്ങുന്നു. ആൻഡ് യൂട്ടിലൈസ് ചെയ്യുന്നത് സോളാർ എനർജി. ഇതില് ബയോമാസ് എനർജി ഇൻ ദി ലിവിംഗ് ഓർഗാനിസംസ് വിച്ച് ആർ ഡെഡ് ആൻഡ് ഡീക്കേയിങ്. ഇത്രയാണ് അവരുടെ പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ്. ആൻഡ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എങ്ങനെയാ? ഒരു പ്രൊഡ്യൂസേഴ്സ് തുടങ്ങി ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? പ്രൊഡ്യൂസേഴ്സ്. ആൻഡ് ഈ പ്ലാന്റിലെ പ്രൊഡ്യൂസേഴ്സിന്റെ ബയോമാസ് ആര് കൺസ്യൂം ചെയ്യുന്നു? ഹെർബിവോറസ് കൺസ്യൂം ചെയ്യുന്നു. ആൻഡ് അഗെയിൻ ഈ ഹെർബിവോറസിന് ആ എനർജി ട്രാൻസ്ഫർ എങ്ങോട്ടേക്ക് നടക്കുന്നു? ബൈ ഡിഫറെന്റ് കാർണിവോറസ്. ഇനി ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എങ്ങനെയാണ് നടക്കുന്നത്? അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ബോഡീസ്, അതായത് ഏതെങ്കിലും ഡെഡ് പ്ലാന്റ്സോ ആനിമൽസോ അവര് ഡെട്രിറ്റസ് ഫോം ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഡെട്രിറ്റസിനെ ആര് കൺസ്യൂം ചെയ്തു? ഡെട്രിറ്റിവോറസ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് കൺസ്യൂം ചെയ്തു. ആൻഡ് ഈ ഡീകമ്പോസിനെ അഗെയിൻ predators കൺസ്യൂം ചെയ്തു. അപ്പൊ തേർഡ് പോയിന്റ് എന്താ എഴുതാൻ പറ്റും? ഫസ്റ്റ് പ്രൊഡ്യൂസേഴ്സിന് ഈ എനർജി ഹെർബിവോറസ്, ഇതിൽ നിന്ന് കാർണിവോറസ്, ഡിഫറെന്റ് കാർണിവോറസ്. ഇനി ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണെങ്കിൽ ഡെട്രിറ്റസ് ഇത് കഴിക്കുന്ന Carnivorous and ഇതിൽ നിന്ന് ബൈ വേരിയസ് predators. ഇങ്ങനെയാണ് എനർജിയുടെ ട്രാൻസ്ഫർ നടക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷനും ഡീകമ്പോസിഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? നമുക്കറിയാം പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ദ റേറ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഫുഡ് ഇൻ ദ സെൻസ് ഇതിൽ ഓർഗാനിക് മാറ്ററിന്റെ കോണ്ടെക്സ്റ്റ് ആണ് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വാട്ട്? ഓർഗാനിക് മാറ്റർ ബൈ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതില് പ്രൈമറിലി പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ നമുക്ക് ഏത് എനർജിയാണ് റിക്വയർഡ്? സൺലൈറ്റ് ഇസ് റിക്വയർഡ്. ആൻഡ് ഇതേ കാര്യം തന്നെ ഡീകമ്പോസിഷൻ എന്തായിട്ട് പറയാൻ പറ്റും? അതായത് നമുക്കറിയാം വേരിയസ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഉണ്ടാവും. ഏതില്? ഡെഡ് ആൻഡ് ഡീക്കേയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന്. ഇനി ആ ഡെഡ് ആൻഡ് ഡീക്കേയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന് ഡീകമ്പോസസ് ആക്ട് ചെയ്ത് അവരെ എന്താക്കും? അവരെ വേരിയസ് കെമിക്കൽസ് ആക്കും. അതായത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആക്കി ഈ പ്രോസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീകമ്പോസിഷൻ എന്ന് വിളിച്ചു. അതായത് പ്രോസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഇൻ ടു വേരിയസ് കൺസ്റ്റിറ്റ്യുവൻസ് ലൈക്ക് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ന്യൂട്രിയൻസ്. ഇനി ഈ പ്രോസസ്സിൽ ഇവർക്ക് സൺലൈറ്റിന്റെ ആവശ്യം ഇല്ല. സോളാർ ഇങ്ങനെ എഴുതാം, സൺലൈറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. അതും പോരാണ്ട് ഇതെങ്ങനെയാണ് എനർജി ഇവിടെ റിലീസ് ആണ് ആവുന്നത് ഡീകമ്പോസിഷന്റെ എൻഡിൽ. ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡീകമ്പോസേഴ്സ്. ഇനി
ഈ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? സിന്തസിസ് ആണ്, അതായത് ഒരു ആനബോളിക് ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷെ ഡീകമ്പോസിഷൻ ഡിസ്ഇന്റഗ്രേഷൻ ആണ്, അതായത് ഒരു കാറ്റബോളിക് പ്രോസസ് ആണ്. ഇനി അപ്രൈറ്റും ഇൻവേർട്ടഡ് പിരമിഡ്സും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്രൈറ്റ് പിരമിഡ് എങ്ങനെയാണ്? അതില് ഫ്രം ദി പ്രൊഡ്യൂസർ ലെവൽ ടു ദി ടെർഷ്യറി കൺസ്യൂമർ ലെവൽ പോകുമ്പോൾ അവർക്ക് നമ്പറും ബയോമാസും എന്തായിരിക്കും? കുറഞ്ഞു വരണം. എന്നാലേ നമുക്ക് എങ്ങനത്തെ കിട്ടുള്ളൂ? ഇതിലുള്ള നമ്പറും ബയോമാസിനെ കാട്ടിയും കുറവായിരിക്കണം നെക്സ്റ്റ് ലെവൽ, ആൻഡ് ഫൈനൽ ലെവലിൽ അല്ലെങ്കിൽ ടെർഷ്യറി ലെവൽ ഏറ്റവും കുറവായിരിക്കണം. അപ്പൊ ആ പിരമിഡ് അപ്രൈറ്റ് ആവും. ഇനി ഇൻവേർട്ടഡ് ആണെങ്കിൽ നേരെ തിരിച്ചും, അതായത് താഴോട്ട് പോകുന്നോറും, അതായത് മേലോട്ട് ബേസിക് പ്രൊഡ്യൂസർ ടു കൺസ്യൂമേഴ്സ് പോകുന്നോറും ഇത് കൂടി വരണം, എന്നാലേ അത് ഇൻവേർട്ടഡ് ആവുള്ളൂ. ആൻഡ് എക്സാമ്പിൾസ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, അപ്രൈറ്റ് പിരമിഡിന് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ ഇൻവേർട്ടഡ് പിരമിഡിന് വലിയ എക്സാമ്പിൾസ് ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോണ്ട് എക്കോസിസ്റ്റം എടുത്തു, പിരമിഡ് ഓഫ് ബയോമാസ് എടുത്തു നോക്കി ഇൻ പോണ്ട് എക്കോസിസ്റ്റം. അതെങ്ങനെയാ? ഇൻവേർട്ടഡ് ആണ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഇനി പാരസിറ്റിക് ഫുഡ് ചെയിൻ ഇൻ ഏത്? ട്രീ എക്കോസിസ്റ്റം എടുത്തു നോക്കി. അപ്പൊ അഗൈൻ എന്തിട്ട്? ഇൻവേർട്ടഡ്. ബാക്കിയുള്ള മോസ്റ്റ് ഈ സ്പിൻഡിൽ ഷേപ്ഡ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്? അപ്രൈറ്റ് തന്നെയാണ്. ആൻഡ് ഓൾവേസ് നമ്മുടെ പിരമിഡ് ഓഫ് എനർജി എങ്ങനെയായിരിക്കും? അപ്രൈറ്റ് തന്നെയായിരിക്കും. ഇനി ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ ജസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് എനർജി ഫ്രം ദി പ്രൊഡ്യൂസർ കൺസ്യൂമേഴ്സ് വരെ ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ്. ഇനി ഇതിന്റെ ഇൻ കണക്ഷൻ വിത്ത് ഈച്ച് അതറിനെ ഫൈനലി ഫോമിങ് വെബ് ലൈക്ക് പാറ്റേൺ ആണ് നമ്മൾ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഫുഡ് ചെയിനും ഫുഡ് വെബും. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ? ഒരു ഫുഡ് ചെയിനിൽ ഒരു ഓർഗാനിസത്തിന് ഒരു പൊസിഷനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരൊറ്റ ലെവലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മേലോട്ട് പോകുന്നത്. ഇനി അതേ നേരം ഫുഡ് വെബിൽ എങ്ങനെയാ? ഒരു ഓർഗാനിസത്തിന് മോർ ദൻ വൺ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ഫുഡ് ചെയിൻ എങ്ങനെയാണ്? ഓൾവേസ് സ്ട്രേറ്റ് ആൻഡ് പ്രൊസീഡ്സ് ഇൻ പ്രോഗ്രസീവ് സ്ട്രേറ്റ് ലൈൻ. പക്ഷെ ഫുഡ് വെബ് ഇന്റർ കണക്ഷൻ ആയതുകൊണ്ട് ബ്രാഞ്ചിങ് കാണാൻ സാധിക്കും. ഇത്രയാണ് ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു എക്സാമ്പിൾ കൂടി വെച്ച് നോക്കാം. ഏതെങ്കിലും പ്ലാന്റിനെ ആര് കഴിച്ചു? ഡീർ കഴിച്ചു. ഡീറിനെ വൂൾഫ് കഴിച്ചു. ആൻഡ് വൂൾഫ് അവസാനം ഡെഡ് ആയി കഴിഞ്ഞ് അത് ഡീക്കേഡ് ആയി പോകും. അപ്പൊ ഇങ്ങനെ അവർ വന്ന് ഡീകമ്പോസസ് വന്ന് ആക്ട് ചെയ്യും. ഇനി ഫുഡ് വെബില് നമുക്ക് NCERT ടെക്സ്റ്റിലുണ്ട് എക്സാമ്പിളും കുറെ ഫുഡ് ചെയിൻ ഇന്റർ കണക്ഷൻ നമ്മൾ കാണിക്കണം. ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ ലിറ്റർ ആൻഡ് ഡെട്രിറ്റസ്. ലിറ്റർ എന്ന് വെച്ചാൽ ബേസിക്കലി പറയാൻ പറ്റുന്നത് എല്ലാ തരത്തിലുള്ള വേസ്റ്റും, പക്ഷെ അവരുടെ പ്രത്യേകത ദേ ഷുഡ് ബി അബവ് ദി ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് മേലോട്ടുള്ള എല്ലാ കൈൻഡ്സ് ഓഫ് വേസ്റ്റിനെയും നമ്മൾ ലിറ്റർ എന്ന് വിളിക്കും. ആൻഡ് ഈ ലിറ്ററിൽ എന്തൊക്കെ വരും? ബയോഡിഗ്രേഡബിൾ ആവാം, നോൺ ബയോഡിഗ്രേഡബിൾ ആവാം. അപ്പോ ഓൾ കൈൻഡ് ഓഫ് വേസ്റ്റ് അബവ് ദി ഗ്രൗണ്ട് ക്യാൻ ബി ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ നോൺ ബയോഡിഗ്രേഡബിൾ. ഇനി ഡെട്രിറ്റസ് എങ്ങനെയാണ്? ഡെഡ് റിമെയിൻസ് അല്ലെങ്കിൽ റെസിഡ്യൂസ് ഓഫ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആൻഡ് അതിലെങ്ങനെയല്ലോ അവര് ബയോഡിഗ്രേഡബിൾ മാത്രമേ ആയിരിക്കുള്ളൂ. ഓർഗാനിക് മാറ്റർ ആവണം, അപ്പോഴാണ് അതിനെ നമ്മൾ ഡെട്രിറ്റസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് നിർബന്ധമില്ല അബവ് ദി ഗ്രൗണ്ട് ലെവൽ ആയിരിക്കണം, കാരണം ഡെഡ് റിമെയിൻസ് ഒക്കെ താഴോട്ടും കാണാൻ പറ്റും. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? നമുക്കറിയാം പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണ്? ദ amount of organic matter generated by producers per unit area over a specific span of time. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ജനറേറ്റഡ് ആവുന്ന amount of organic matter ആണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ബൈ പ്രൊഡ്യൂസേഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഇനി ഇതേ സാധനം തന്നെ കൺസ്യൂമേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ മെയിൻ പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് എന്താ? ബൈ പ്രൊഡ്യൂസേഴ്സ്, ഇത് ബൈ കൺസ്യൂമേഴ്സ്. ഇനി സെക്കൻഡ് പോയിന്റ് സിന്തസിസ് ഓഫ് ഫ്രഷ് ഓർഗാനിക് മാറ്റർ ഫ്രം ഇൻഓർഗാനിക് മാറ്റർ. ഇനി ഇതെങ്ങനെയാ? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി സിന്തസിസ് ഓഫ് ഓർഗാനിക് മാറ്റർ ഫ്രം പ്ലാന്റ് ഓർഗാനിക് മാറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്ക്രൈബ് ദി കോമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റം. നമ്മൾ ഓൾറെഡി ടേബിൾ ഒക്കെ വരച്ച് പഠിച്ചതാണ്. എന്ത് കോമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റം? ബയോട്ടിക് ആവാം, എബയോട്ടിക് ആവാം. എബയോട്ടിക്കിൽ ആരൊക്കെ വന്നു? ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, സോയിൽ, എയർ ആൻഡ് ഇൻഓർഗാനിക് ന്യൂട്രിയൻസ്. ബയോട്ടിക്കിൽ വരുന്നത് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ബയോട്ടിക്കിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഫോംസ് ദി ലിവിങ് കോമ്പണന്റ്. ബയോട്ടിക്കിന്റെ ലിറ്ററൽ മീനിങ് ആണ് ലിവിങ് എന്നാണ്.
ഇനി അവരുടെ ആരൊക്കെ ഇൻക്ലൂഡ് ആയി നമ്മൾ ഓൾറെഡി കണ്ടു. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. Define ecological pyramids and describe with examples pyramids of number and biomass. എന്താണ് ഇക്കോളജിക്കൽ പിരമിഡ്സ്? നമുക്കറിയാം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്തിന്റെ? ഡിഫറെന്റ് എക്കോളജിക്കൽ പാരാമീറ്റേഴ്സ്. ഈ ഡിഫറെന്റ് എക്കോളജിക്കൽ പാരാമീറ്റേഴ്സ് എന്തോ ആകും. ആൻഡ് ഇതില് എന്തൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടു? നമ്പർ, പിരമിഡ് ഓഫ് നമ്പർ ഉണ്ടത്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ, അല്ലെങ്കിൽ എനർജി ക്വാണ്ടിറ്റി, ഓരോ ട്രോഫിക് ലെവൽ ഹോൾഡ് ചെയ്യുന്ന എനർജി ക്വാണ്ടിറ്റി ആവാം, അല്ലെങ്കിൽ ഈച്ച് ട്രോഫിക് ലെവൽ കാണുന്ന ബയോമാസ് ആയിരിക്കാം. ഈ മൂന്നെണ്ണം എന്ത് വരാം? ഈ മൂന്നെണ്ണത്തിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം ആസ് പിരമിഡ്സ്. ഇതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് വിളിക്കുന്നത്. പിരമിഡ് ഓഫ് നമ്പർ ഉണ്ട്, പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ട്, ആൻഡ് ഫൈനലി എപ്പോഴും അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് എനർജി ഉണ്ട്. പിരമിഡ് ഓഫ് നമ്പറിനെയും ബയോമാസിനെയും എക്സാമ്പിൾ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് എന്ത് എഴുതിയാൽ മതി? ഇത്രയും കാര്യങ്ങൾ, പിരമിഡ് ഓഫ് നമ്പർ ആൻഡ് ബയോമാസ്, ഈ ഹോൾ തിങ് എഴുതി വെച്ചാൽ നമുക്ക് ഫുൾ മാർക്സ് കിട്ടും. ഇതില് എന്തുണ്ട്? എല്ലാ തരത്തിലുള്ള എക്സാമ്പിൾസും ഉണ്ട്. പ്രെഡേറ്ററി ആയാലും പാരസിറ്റിക് ആയാലും ട്രീ എക്കോസിസ്റ്റത്തിലെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഡിഫറെന്റ് ഷേപ്സും ഡിസ്കസ്ഡ് ആണ്. ആൻഡ് നമുക്ക് ഏതെങ്കിലും ഒരു ആനിമൽസിന്റെ എക്സാമ്പിൾ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ അതും നമുക്ക് ഇവിടെ ഓൾറെഡി. ബാക്കി എക്സാമ്പിൾ ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈസിയാണ്, കാരണം ബേസിക് എക്കോസിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഫുഡ് ചെയിൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബാക്കിയുള്ള എക്സെപ്ഷനുള്ള സാധനങ്ങളൊക്കെ കുറച്ചും കൂടി എക്സാമ്പിളൊക്കെ റീട്രീറ്റ് ചെയ്ത് പഠിച്ചു വെക്കാം. ഇനി വാട്ട് ഇസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? ഗിവ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? amount of biomass generated by producers per unit area over a period of time. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചോദിച്ചാൽ സൺലൈറ്റ്, ടെമ്പറേച്ചർ, മോയ്സ്ചർ, ന്യൂട്രിയൻസ്. ഡിഫൈൻ ഡീകമ്പോസിഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദി പ്രോസസ്സസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്താണ് പ്രോസസ്? ഇറ്റ് ഇസ് ഡിസ്ഇന്റഗ്രേഷൻ ആണ്, അല്ലെങ്കിൽ ഇത് പ്രോസസ് ബ്രേക്കിംഗ് ഡൗൺ complex organic matter of detritus into inorganic substances. ഇനി പ്രോസസ്സസ് ഇൻവോൾവ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റെപ്സ് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. ഇനി അതിന് 1 by 1 ഡിഫൈൻ ചെയ്യാം. എക്സാമ്പിൾ ഉണ്ടെങ്കിൽ എക്സാമ്പിൾ കൂടി എഴുതി വെക്കാം. അതായത് ഫ്രാഗ്മെന്റേഷനിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രിറ്റസ് ഇൻടു സ്മോളർ പാർട്ടിക്കിൾസ് ആണ്. ഇനി അത് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം, എർത്ത് വർംസ് ആണ്. ലീച്ചിങ്, വാട്ടർ സോൾബിൾ ഇൻഓർഗാനിക് become unavailable salts. അതിനെയാണ് ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. കാറ്റബോളിസം, ഈ ഡീഗ്രേഡ് ആയ ഡെട്രിറ്റസ് അഗൈൻ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആവാണ്. ആൻഡ് ഹ്യൂമിഫിക്കേഷൻ, അക്യൂമുലേഷൻ ഓഫ് ഹ്യൂമസ് നടക്കുന്നു. ആൻഡ് ഫൈനലി മിനറലൈസേഷൻ എങ്ങനെയാ? ഹ്യൂമസ് മൈക്രോ ഓർഗാനിസംസ് വന്ന് മിനറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ഗിവ് an account of energy flow in an ecosystem. ഇക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോ എങ്ങനെ കാണിക്കാൻ വന്നാൽ എങ്ങനെ കാണിക്കാൻ പറ്റും? നമുക്കറിയാം, ഫസ്റ്റ് എനർജി തുടങ്ങുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനെയും സ്റ്റാർട്ടിങ് സണ്ണിൽ നിന്നാണ്, അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്നാണ്. അവിടുന്ന് കുറച്ച് ഹീറ്റ് വന്ന് അത് ആരെടുത്തു? ഫസ്റ്റ് ട്രോഫിക് ലെവൽ, പിന്നെ സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ട്രോഫിക് ലെവൽ, ഫൈനലി ഫോർത്ത് ട്രോഫിക് ലെവൽ. ആൻഡ് ഒരു ഫുഡ് ചെയിൻ കൂടി, ഫുഡ് വെബും കൂടി ഇൻവോൾവ് ആയി. നമുക്കറിയാം ഇതിൽ ഓരോ ഓർഗാനിസംസും എഗെയിൻ ഇത് ട്രാൻസ്ഫർ ആവും. അതായത് നോ എനർജി ട്രാപ്ഡ് അറ്റ് എനി പെർട്ടിക്കുലർ ട്രോഫിക് ലെവൽ. ഒരിക്കലും എനർജി ട്രാപ്പിംഗ് ഒരു ലെവലിലും നടക്കാറില്ല, അതിന് കാണാനും പറ്റില്ല. അപ്പൊ ഇത് ജസ്റ്റ് വരച്ചു നോക്കുക, ഒന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എന്ത് ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട്, അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത് ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ. ആൻഡ് ഈ സൈഡിൽ എഴുതിയ നോട്ട്സ് കുറച്ചും കൂടി കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ജസ്റ്റ് ഈ സൈഡിൽ എഴുതിയത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ആൻഡ് ബാക്കി ഏത് നേരവും NCERT വായിച്ചുകൊണ്ടിരിക്കാം. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ 12. Thank you.